സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 4 മണിക്കൂർ കുതിർത്ത് വെച്ച ഉഴുന്നത് അത് നന്നായിട്ട് വെള്ളം പോവാനായിട്ട് ഒരരിപ്പയിലേക്ക് മാറ്റി വെക്കുക. നന്നായി വെള്ളം പോയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം. ഉഴുന്ന് നന്നായി അരഞ്ഞാൽ നല്ല സോഫ്റ്റ് ഉഴുന്നുവടയായിട്ട് വരുള്ളൂ. എല്ലാ ഉഴുന്നും ഈ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തിട്ട് വീണ്ടും 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1 മണിക്കൂറിന് ശേഷം ഒരു 10-20 ചുവന്നുള്ളി, 2 തണ്ട് കറിവേപ്പില, ഒരു 5-6 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ് ഇത് ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. ഈ രീതിയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് അരച്ച് വെച്ച ഉഴുന്നിലേക്ക് ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ റവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. റവ ഇട്ടിട്ടുണ്ടെങ്കിൽ പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വരും. അതിന് റവ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു പാത്രത്തിൽ നമ്മൾ നോർമൽ വാട്ടർ എടുക്കുക. എന്നിട്ട് 2 കൈയും വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് മാവ് കുറച്ചെടുക്കുക. എന്നിട്ട് ഷേപ്പ് ചെയ്യുക. 2 കൈയിലിട്ടിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേ രീതിയിൽ ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കുക. കണ്ടില്ലേ, സോഫ്റ്റ് ഉഴുന്നോടായിട്ട് വന്നിട്ടുണ്ട്. നന്നായി പൊന്തിയിട്ടുണ്ട് വട. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് പൊരിച്ചെടുക്കണം. വട നല്ല ബ്രൗൺ നിറായിട്ടുണ്ട്. അത് കോരി മാറ്റുക. ഇതുപോലെ എല്ലാ വടകളും പൊരിച്ചെടുക്കുക. നല്ല സോഫ്റ്റ് വട തയ്യാറായിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റുള്ള വടയാണ്. നല്ല ചമ്മന്തിയുടെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.